ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനെ ഉപദ്രവിക്കാത്ത ആട്, കാള, കോഴി, താറാവ് തുടങ്ങിയ നിരുപദ്രവകാരികളായ ജീവികളെ കൊല്ലുന്നു. എന്നാൽ മനുഷ്യനെ ഉപദ്രവിക്കാൻ തെരുവ് നായ്ക്കളെ കൊല്ലുവാനായിട്ട് പാടില്ല. ഇങ്ങനൊരു നിയമം ഉണ്ട്. ആകയാൽ തെരുവ് നായ്ക്കൾ പലപ്പോഴും മനുഷ്യരെ ആക്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയും അതുപോലെ തന്നെ വയോധികരായിരിക്കുന്ന സാധാരണക്കാരെയൊക്കെ അത് ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളതായ സംഭവങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നു. മാത്രമല്ല, മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ പലരും ഇന്ന് ജീവിച്ചിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. മനുഷ്യ ജീവന് സംരക്ഷണം ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അത് അറിയാം. പക്ഷേ മനുഷ്യന്റെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. എന്നാൽ സഹജീവികളെ സംരക്ഷിക്കുകയും ചെയ്യണം. ചില രാജ്യങ്ങളിൽ ആക്രമണകാരികളായിരിക്കുന്നതും അതുപോലെ രോഗം ബാധിക്കപ്പെട്ടതായ നായ്ക്കളെ കൊല്ലുവാനുള്ളതായ അനുമതിയുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരം നായ്ക്കളെ, പ്രത്യേകിച്ച് തെരുവ് നായ്ക്കളെ കൊല്ലുവാനായിട്ട് അനുമതിയില്ല. അത് ചെയ്താൽ അത് കുറ്റമാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു, എങ്കിൽ പിന്നെ ആടിനെയും കാളയെയും കോഴിയെയും താറാവിനെയും കൊല്ലാനായിട്ട് പാടുണ്ടോ? ഉണ്ട്. അതിന് കാരണം എന്താണ് പറഞ്ഞുതരാം. അതായത് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്നതായ ജീവികളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് കാളയും അതുപോലെ ആടും താറാവും കോഴിയും ഒക്കെ. എന്നാൽ മനുഷ്യൻ സഹജീവികളായി വളർത്തുന്ന ജീവികളുണ്ട്. അതിൽപ്പെട്ടതാണ്, അഥവാ കമ്പാനിയൻ ആനിമൽസ്. അതിൽപ്പെട്ടതാണ് ഈ തെരുവ് നായ്ക്കളും ഒക്കെ അതിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് നായ്ക്കൾ മനുഷ്യന്റെ സഹജീവികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് അവയെ കൊല്ലുവാൻ പാടില്ല. ഇതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം പ്രകാരം നായ്ക്കളെ വന്ധ്യകരണം നടത്തിയിട്ട് അവയെ തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഒരിക്കലും തെരുവുകളിലോ അതുപോലെ തന്നെ വഴിയോരങ്ങളിലോ നിക്ഷേപിക്കാതിരിക്കുക. അടുത്തത്, മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തിയാൽ നിശ്ചയമായി ഇങ്ങനെയുള്ള ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1-27 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിന് സാധനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ ജീവനും അത് രക്ഷയ്ക്കുമാണ് മുൻഗണന നൽകേണ്ടത്. മാത്രമല്ല 1-28 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ ഭൂമിയുടെ അധിപതിയായിട്ട് നിയോഗിച്ചിട്ടുള്ളത് കൊണ്ട് മനുഷ്യന് ജീവജാലങ്ങളുടെ സംരക്ഷണ ചുമതല കൂടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. സദൃശ്യവാക്യം 12-10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണനെ കരുണയോടെ നോക്കുന്നു. അതായത് മനുഷ്യന്റെ ജീവന് സംരക്ഷണം നൽകുക. അതോടൊപ്പം തന്നെ മനുഷ്യൻ തന്റെ സഹജീവികളെ, ജീവജാലങ്ങളെ പുലർത്തുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാണെന്ന കാര്യം മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു എങ്കിൽ അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ കടന്നു വരുന്നവരെയും